ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രത്തിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്രിസ്മസ് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. പല സസ്യങ്ങളും വിത്ത് വിതരണത്തിനായി വ്യത്യസ്ത മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. പക്ഷികൾ പഴങ്ങൾ കൊത്തി മറ്റൊരിടത്ത് കൊണ്ടുപോയി ഇടും. നാം മാമ്പഴം കഴിച്ചതിന് ശേഷം മാങ്ങയണ്ടി വലിച്ചെറിയുന്നതും വിത്ത് വിതരണ രീതികൾക്ക് ഉദാഹരണങ്ങളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിലുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എ, താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഉപയോഗപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കാനാണ്. അവിടെ തന്നിട്ടുള്ളത് നോക്കിക്കേ: പ്ലാവ്, വെണ്ട, കാറ്റ് വഴി, ജന്തുക്കൾ വഴി, ജലം വഴി, പൊട്ടിത്തെറിച്ച്. ഇനി ബോക്സിൽ എങ്ങനെയാണ് തന്നിട്ടുള്ളത്? സസ്യങ്ങൾ തന്നിട്ടുണ്ട്, വിത്ത് വിതരണ രീതിയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ സസ്യങ്ങൾ ഏതെല്ലാമാണ്? പ്ലാവ്, വെണ്ട അല്ലേ? അത് ഏത് രീതിയിലാണെന്നുള്ളത് നമ്മൾ എടുത്തെഴുതണം. അപ്പോൾ പ്ലാവ് വിത്ത് വിതരണ രീതി ഏതാണ്? ജന്തുക്കൾ വഴിയാണ്. വെണ്ടയാണെങ്കിലോ പൊട്ടിത്തെറിച്ചാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ മക്കൾ എന്ത് ചെയ്യണം? കാറ്റ് വഴി, ജന്തുക്കൾ വഴി, ജലം വഴി, പൊട്ടിത്തെറിച്ച്, ഈ 4 വിത്ത് വിതരണ രീതിയും വഴി ഉണ്ടാകുന്ന ഉദാഹരണങ്ങൾ, രീതികൾക്കുള്ള ഉദാഹരണങ്ങൾ മക്കൾ പഠിച്ചു വെക്കണം. ഇനി ഇതിൽ തന്നെ ക്വസ്റ്റ്യൻ ബി തന്നിട്ടുള്ളത് താഴെ തന്നിരിക്കുന്ന വിത്തിനങ്ങളുടെ വിതരണത്തിനുള്ള അനുകൂലനങ്ങൾ കണ്ടെത്തി എഴുതാനാണ്. ഏതൊക്കെയാണ്? അപ്പൂപ്പൻ താടി തന്നിട്ടുണ്ട്, അസ്ത്രപ്പുല്ല് തന്നിട്ടുണ്ട്. അപ്പോൾ അപ്പൂപ്പൻ താടിക്കുള്ള വിത്ത് വിതരണത്തിനുള്ള അനുകൂലനം എന്താണ്? ഭാരം കുറവാണ്. അസ്ത്രപ്പുല്ലിനോ ഒട്ടിപ്പിടിക്കാനുള്ള കഴിവാണ്. ഇതിൽ തന്നെ ക്വസ്റ്റ്യൻ സി തന്നിട്ടുള്ളത് എന്താണ്? താഴെ പറയുന്നവയിൽ ഏത് സസ്യമാണ് ജലം വഴി വിത്ത് വിതരണം നടത്തുന്നത്? അപ്പം ജലം വഴി വിത്ത് വിതരണം നടത്തുന്നതിന് ഒരു ഉദാഹരണം ഇതിലുണ്ടാവും അല്ലേ? ഒന്നാമത്തത് ആറ്റുകൈത, അത്തിപ്പഴം, മാവ്, തെങ്ങ്. ഏതാണ് ജലം വഴി വിത്ത് വിതരണം നടത്തുന്നതിന് ഉദാഹരണം? ആറ്റുകൈതയാണ് അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്കൂളിലെ സയൻസ് ക്ലബ്ബ് നടപ്പിലാക്കിയ ഒരു കുട്ടിക്ക് ഒരു കൂട പച്ചക്കറി എന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കുട്ടികൾ നടത്തിയ സർവേയുടെ വിവരങ്ങളാണ് പട്ടികയിൽ തന്നിട്ടുള്ളത്. പട്ടിക വിശകലനം ചെയ്ത് താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ കുട്ടി കർഷകർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. പിന്നെയോ കുട്ടി കർഷകർ 1, 2, 3, 4, 5 അങ്ങനെ തന്നിട്ടുണ്ട് അല്ലേ? ആരൊക്കെയാണ് ചെയ്തത്, ഏതാണ് അവർ ചെയ്തത്, ചെയ്യാത്തത് എന്നുള്ള രീതിക്ക് തന്നിട്ടുണ്ട്. ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുത്തിട്ടുള്ളത് 1ാമത്തെ കർഷകനും 3ാമത്തെ കർഷകനും 4ാമത്തെ കർഷകനുമാണ്. ഇനിയോ വളക്കൂറുള്ളതും വെള്ളം കെട്ടിക്കിടക്കാത്തതുമായ മണ്ണ് ഒരുക്കിയിട്ടുള്ളത് 3ാമത്തെ കർഷകന് മാത്രമാണ്. സസ്യങ്ങൾ അകലം പാലിച്ച് നട്ടിട്ടുള്ളത് 1ാമത്തെയും 3ാമത്തെയും 5ാമത്തെയും കർഷകനാണ്. പിന്നെ ആവശ്യമായ രീതിയിൽ നനയ്ക്കാറുള്ളത് 1ാമത്തതും 3ാമത്തതും 5ാമത്തെയും കർഷകനാണ്. അതുപോലെ തന്നെ ശരിയായ വളപ്രയോഗം നടത്തുന്നത് 3ാമത്തെയും 4ാമത്തെയും കർഷകനാണ്. കീടകള നിയന്ത്രണം നടത്തുന്നത് 3ാമത്തെയും 5ാമത്തെയും കർഷകരാണ്. അപ്പോൾ ഈ ഒരു ചിത്രം മക്കൾ നോക്കി വെക്കുക, എന്നിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം കേട്ടോ. അപ്പോൾ 1ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ പച്ചക്കറി കൃഷി നടത്തിയിരിക്കുന്നത് ഏത് കുട്ടി കർഷകനാണ് എന്ന് കണ്ടെത്താനാണ്. അപ്പോൾ നമുക്ക് ചിത്രത്തിൽ നോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ മക്കൾക്ക് പെട്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെറുതാക്കിയിട്ട് ചിത്രം കൊടുത്തതാണ്. ആരാണ്? 3ാമത്തെ കർഷകനാണ് അല്ലേ? എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ ചോദ്യം ബി എന്ന് പറയുന്നത് ശാസ്ത്രീയമായി പച്ചക്കറി കൃഷി ചെയ്ത കർഷകന് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് എഴുതാനാണ്. എന്തെല്ലാമാണ്? ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കും, സാമ്പത്തിക അവസരമൊരുക്കും, പോഷക ഗുണമുള്ള ഭക്ഷണം കഴിക്കാം. ചോദ്യം സി, മെച്ചപ്പെട്ട വിളവ് ലഭിക്കാത്ത കുട്ടി കർഷകർക്ക് വിളവ് മികച്ചതാക്കാൻ നൽകാവുന്ന നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ്? ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കുക, വളക്കൂറുള്ളതും വെള്ളം കെട്ടിക്കിടക്കാത്തതുമായ മണ്ണൊരുക്കുക, സസ്യങ്ങൾ അകലം പാലിച്ച് നടുക, ആവശ്യമായ രീതിയിൽ നനയ്ക്കുക, ശരിയായ വളപ്രയോഗം നടത്തുക, കീടകള നിയന്ത്രണം നടത്തുക. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ഈ 2 ചോദ്യങ്ങൾ ഏത് രീതിയിലും ചോദിക്കാം. എങ്ങനെയാണ്? ശാസ്ത്രീയമായ പച്ചക്കറി കൃഷി ചെയ്ത കർഷകനുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തെല്ലാം, അത് ഈ ഒരു ബോക്സ് ഒന്നും തരാതെ അല്ലാതെ ചോദിക്കാം. അതുപോലെ തന്നെ വിളവ് മികച്ചതാക്കാൻ നൽകാവുന്ന നിർദ്ദേശങ്ങൾ എന്തെല്ലാം. അപ്പോൾ ഈ നിർദ്ദേശങ്ങളാണ് പഠിച്ചു വെക്കേണ്ടത്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കാനാണ്. എന്നിട്ട് എന്താണ് ചോദ്യം തന്നിട്ടുള്ളത്? ചിത്രത്തിൽ ABC അടയാളപ്പെടുത്തിയിരിക്കുന്നവ എന്താണെന്ന് എഴുതുക. എ എന്താണ്? ബീജമൂലമാണ്. ബി ബീജപത്രമാണ്. സി ബീജശീർഷമാണ്.
അതിൽ തന്നെ ക്വസ്റ്റ്യൻ ബി ആണ്, സസ്യം വളരുമ്പോൾ ഇവയിൽ ഓരോ ഭാഗത്തിനും എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ബീജമൂലം വേരുപടലമാകുന്നു, ബീജപത്രം ആദ്യത്തെ ഇലകളാകുന്നു, ബീജശീർഷം കാണ്ഡമാവുന്നു. അതിൽ തന്നെ ചോദ്യം സി, താഴെ പറയുന്ന സസ്യങ്ങളെ ഉചിതമായ മാനദണ്ഡം അനുസരിച്ച് തരംതിരിച്ച് പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ പട്ടിക ഞാൻ കാണിക്കാം. എന്തൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്? നെല്ല്, മരച്ചീനി, ഇലമുളിച്ചി, ശീമപ്ലാവ്, പയറ്, മുല്ല, കറിവേപ്പ്, നിലപ്പന. ഇവിടെ വിത്ത് മുളച്ചുണ്ടാവുന്നവ തന്നിട്ടുണ്ട്, വേര് മുളച്ചുണ്ടാകുന്നവ തന്നിട്ടുണ്ട്. ഇനി ഇല മുളച്ചുണ്ടാവുന്നവ, പിന്നെയോ മരച്ചീനിയാണല്ലേ തന്നിട്ടുള്ളത്. അപ്പോൾ തണ്ട് മുളച്ച് ഉണ്ടാവുന്നവ. അപ്പോൾ മക്കൾ പട്ടികയിലേക്ക് എഴുതണം കേട്ടോ. വിത്ത് മുളച്ചുണ്ടാവുന്നവ ഏതെല്ലാമാണ്? നെല്ല്, പയറ്. ഇല മുളച്ചുണ്ടാവുന്നവയോ? ഇലമുളച്ചി, നിലപ്പന. പിന്നെ തണ്ട് മുളച്ചുണ്ടാവുന്നവ മരച്ചീനി, കറിവേപ്പ്. വേര് മുളച്ചുണ്ടാവുന്നവ മുല്ല, ശീമപ്ലാവ്. അപ്പോൾ ഇതൊക്കെ ഉദാഹരണങ്ങളായിട്ട് പഠിച്ചു വെക്കണേ. അടുത്തത് പ്രവർത്തനം 7. താഴെ കൊടുത്തിരിക്കുന്ന പത്രവാർത്തകൾ ശ്രദ്ധിക്കൂ. അതിർത്തികൾ അടച്ചു. തിരുവനന്തപുരം. കോവിഡ് രൂക്ഷമായ സാഹചര്യത്തിൽ കേരളത്തിലേക്കുള്ള അതിർത്തികൾ അടച്ചു. പച്ചക്കറി വരവ് നിലച്ചു. വയൽ നികത്തൽ രൂക്ഷമാകുന്നു. കാർഷിക മേഖല പ്രതിസന്ധിയിൽ. പിന്നെ കാലവർഷക്കെടുതി കാരണം തമിഴ്നാട്ടിൽ വ്യാപക കൃഷിനാശം. അപ്പോൾ ഇവിടെ ചോദ്യം തന്നിട്ടുള്ളത് വാർത്തകളിൽ നിന്ന് എത്തിച്ചേരാവുന്ന 3 കണ്ടെത്തലുകൾ എഴുതുക. ഇതിൽ എല്ലാം പറയുന്നത് കാർഷിക മേഖലയെക്കുറിച്ചാണ് അല്ലേ. കൂടുതലായിട്ടുള്ള വയൽ നികത്തൽ മൂലം കാർഷിക മേഖല പ്രതിസന്ധിയിലാണ്. നമ്മൾ പച്ചക്കറികൾക്കും മറ്റുമായി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നു. പച്ചക്കറിയുടെ വരവ് നിലച്ചതിനാൽ വില കുത്തനെ കൂടും. ഇതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി, ഇത്തരം പ്രതിസന്ധി ഉണ്ടാവാതിരിക്കാൻ 2 മാർഗങ്ങൾ നിർദ്ദേശിക്കാനാണ്. എന്തൊക്കെയാണ്? വയൽ നികത്തൽ മൂലമാണ് അല്ലേ കാർഷിക മേഖല പ്രതിസന്ധിയിൽ നമ്മളൊരു വാർത്ത കണ്ടു. അപ്പം നമുക്ക് വയൽ നികത്താതിരിക്കുക. പിന്നെ പച്ചക്കറി വരവ് നിന്നാലൊക്കെ നമുക്ക് അത്യാവശ്യത്തിനുള്ള പച്ചക്കറി നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമുക്കൊരു അടുക്കളത്തോട്ടം വേണം അല്ലേ. അപ്പോൾ ഒരു അടുക്കളത്തോട്ടം നിർമ്മിക്കുക. അടുത്ത ചോദ്യം, ബ്രയോഫില്ലം, ഉരുളക്കിഴങ്ങ് എന്നിവയിൽ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്ന രീതിയാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ബ്രയോഫില്ലമാണ് ആദ്യത്തെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്, രണ്ടാമത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ അതിൽ തന്നെ ഒന്നാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ എ, ബ്രയോഫില്ലത്തിലും ഉരുളക്കിഴങ്ങിലും ഏത് സസ്യഭാഗങ്ങളിൽ നിന്നുമാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്? ബ്രയോഫില്ലത്തിന് ഇലയിൽ നിന്നുമാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്. ചിത്രത്തിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവൂലേ. ഉരുളക്കിഴങ്ങിലോ ആ കായയിൽ നിന്ന് തന്നെയാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാവുന്നത്. ഇനി അതിൽ തന്നെ ക്വസ്റ്റ്യൻ ബി, താഴെ തന്നിരിക്കുന്നവയിൽ തണ്ടിൽ നിന്നും വിത്തിൽ നിന്നും പുതിയ ചെടികൾ ഉണ്ടാകുന്ന ഒരു സസ്യം. അപ്പോൾ ഓപ്ഷൻസ് എന്താ തന്നിട്ടുള്ളത്? മാവ്, മുല്ല, മുരിങ്ങ, റോസ് തണ്ടിൽ നിന്നാണല്ലേ ഉണ്ടാവുക. മുല്ലയായാലും മാവായാലും എന്താണ്? തണ്ടിൽ നിന്നും വിത്തിൽ നിന്നും ഒരുപോലെ ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഏതാണ്? മുരിങ്ങയാണ് ഇതിന് ഉത്തരം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇല മുളച്ചുണ്ടാവുന്നതിനുള്ള ഉദാഹരണവും കായ മുളച്ചുണ്ടാവുന്നതും തണ്ടിൽ നിന്നും വിത്തിൽ നിന്നും ഉണ്ടാവുന്നതിനൊക്കെ ഉദാഹരണങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത്, ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ചിത്രം നിരീക്ഷിക്കൂ. വിത്ത് മുളച്ച് ഒരു ചെടിയായി മാറുന്നൊരു സർക്കിളാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിലുള്ള ക്വസ്റ്റ്യൻ എന്താണ്? വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യമായി പുറത്തു വരുന്ന ഭാഗം ഏതാണ്? വേരാണ് അല്ലേ. പിന്നെ ചോദ്യം ബി എന്താണ്? ബീജാങ്കുരണവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ്. വിത്തിൻ്റെ ഭാഗം തന്നിട്ടുണ്ട്. വിത്ത് മുളയ്ക്കുമ്പോൾ, അപ്പോൾ ബീജമൂലം മുളയ്ക്കുമ്പോൾ എന്താണ്? വേരുപടലം രൂപപ്പെടുന്നു. ബീജശീർഷം വിത്ത് മുളയ്ക്കുന്ന സമയത്ത് തൈച്ചെടിയും വളർച്ചയ്ക്ക് ആവശ്യമായ ആഹാരം നൽകുന്നു. ബീജപത്രമോ ചെടിയുടെ പ്രാഥമിക ഇലകൾ ആവുന്നു. നേരത്തെ ഒരു ചോദ്യത്തിൽ നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലേ. അടുത്ത ചോദ്യവും ചിത്രങ്ങൾ ശ്രദ്ധിക്കാനാണ്. 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന് മുരിങ്ങ വിത്താണ്, 2 എരുക്ക് വിത്താണ്. അപ്പോൾ ചോദ്യം എന്താണ്? വിത്ത് വിതരണത്തിന് സഹായകമായ അനുകൂലനങ്ങൾ. മുരിങ്ങ വിത്തിൻ്റേതും എഴുതണം, എരുക്ക് വിത്തിൻ്റേതും എഴുതണം. മുരിങ്ങ വിത്തിൻ്റേത് എന്താണ്? ഭാരം കുറവാണ്, ചിറക്ക് പോലെയുള്ള ഘടനയാണ്. പിന്നെ എരുക്ക് വിത്തിൻ്റെതോ തോട് പിളരാനുള്ള കഴിവ്, ഒട്ടിപ്പിടിക്കാനുള്ള കഴിവ്. ഇതാണ് അനുകൂലനങ്ങൾ. അതിൽ തന്നെ ചോദ്യം ബി, ഇവയിലെ വിത്ത് വിതരണ രീതി എഴുതുക. ഇവ രണ്ടിൻ്റെയും വിത്ത് വിതരണ രീതി എങ്ങനെയാണ്? കാറ്റ് വഴിയാണ്.
ചോദ്യം സി, മറ്റ് 2 വിത്ത് വിതരണ രീതികൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? ജന്തുക്കൾ വഴി, പൊട്ടിത്തെറിയിലൂടെ. അടുത്തത്, ആകാശക്കാഴ്ചകൾ എന്നും മനുഷ്യരിൽ അത്ഭുതവും ആകാംക്ഷയും ഉളവാക്കുന്നവയാണ്. അപ്പോൾ അതിൽ ചോദ്യം തന്നിട്ടുള്ളത് ശുക്രൻ്റെ പ്രധാന സവിശേഷതകൾ ഉൾപ്പെടുത്തി തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കിയിരിക്കുന്നു. ഇതുപോലെ ഭൂമിയുടെ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കുക. അപ്പോൾ ശുക്രൻ്റെ പ്രത്യേകതകൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ്, ഏറ്റവും ചൂടുള്ള ഗ്രഹമാണ്, ഉപഗ്രഹങ്ങളില്ല. അപ്പോൾ ഭൂമിയുടേത് എന്തെല്ലാം എഴുതാം? മനുഷ്യവാസമുള്ള ഒരേ ഒരു ഗ്രഹമാണ്, ഉപഗ്രഹം ചന്ദ്രനാണ്, വെള്ളമുള്ള ഗ്രഹമാണ്. ഇതിൽ തന്നെ ചോദ്യം ബി, ഒരു ആകാശഗോളത്തെ ഗ്രഹമായി പരിഗണിക്കാൻ വേണ്ട നിബന്ധനകളിൽ ഉൾപ്പെടാത്തതേത്? ഒന്നാമത്തത് എ, സ്വയം കത്തുന്നു, ബി, ഗോളാകൃതിയുണ്ട്, സി, സൂര്യനെ വലം വയ്ക്കുന്നു, ഡി, തനതായ ഭ്രമണപഥമുണ്ട്. അപ്പോൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ, സ്വയം കത്തുന്നു എന്നുള്ളതാണ്. അത് നക്ഷത്രത്തിൻ്റെ പ്രത്യേകതയാണ് അല്ലേ. ഇനി ഇതിൽ തന്നെ ക്വസ്റ്റ്യൻ സി എന്താണ്? സൂര്യനിൽ നിന്നുള്ള അകലത്തെ അടിസ്ഥാനമാക്കി ഗ്രഹങ്ങളെ ക്രമീകരിച്ചാൽ അടുത്തായിട്ട് വരുന്ന ഗ്രഹങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ, ബുധൻ ഭൂമി, ഓപ്ഷൻ ബി, വ്യാഴം ശനി, ഓപ്ഷൻ സി, ശുക്രൻ വ്യാഴം, ഓപ്ഷൻ ഡി, ശനി നെപ്റ്റ്യൂൺ. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി, വ്യാഴം ശനിയാണ് അല്ലേ. അടുത്ത ചോദ്യം ഒരു പദസൂര്യൻ പൂർത്തിയാക്കാനാണ്. അപ്പോൾ സൗരയൂഥത്തിൽ എന്തെല്ലാമാണുള്ളത്? സൗരയൂഥത്തിൽ ഗ്രഹങ്ങളുണ്ട്, പിന്നെ ഉപഗ്രഹങ്ങളുണ്ട്, ഉൽക്കകളുണ്ട്, ആകാശഗോളങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഇതും ചിലപ്പം പദസൂര്യനായിട്ട് തന്നെ ചോദിക്കണമെന്നില്ല, വേറെ രീതിയിൽ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഇത് പഠിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഈ ചോദ്യപേപ്പറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.